ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ വൈജയന്തി രണ്ടും കൽപ്പിച്ച് തീരുമാനങ്ങളൊക്കെ എടുക്കുകയാണ്. ഇതിങ്ങനെ വിട്ടാൽ ശരിയാവില്ല. അങ്ങനെ ശിവനും രാജീവനും ഒക്കെ ഒന്നിക്കാണ് കേട്ടോ. ശിവൻ ഗൾഫിൽ നിന്ന് വന്ന് രാജീവനുമായിട്ട് കാര്യങ്ങൾ തീരുമാനിക്കുകയാണ്. അങ്ങനെ ആയൊരു പെണ്ണിനെ ദത്തുപുത്രിയായിട്ട് അവിടെ നിയമിക്കാനായിട്ട് നമ്മൾ തയ്യാറാവരുത്, നമ്മളതിന് സമ്മതിച്ചു കൊടുക്കരുത്. വൈജയന്തിക്ക് എന്തായാലും ബന്ധുക്കളൊക്കെ ഉണ്ടല്ലോ, നിയമപ്രകാരം കല്യാണം കഴിച്ചു കൊടുത്താണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിനെതിരെ ബാലേന്ദ്രന് എന്താണ് ചെയ്യാൻ പറ്റുക വെച്ചാൽ അത് ചെയ്യാം. ബാലേന്ദ്രൻ്റെ ഇഷ്ടപ്രകാരമല്ല ഇനി ആ ഒരു ജീവിതം പോകേണ്ടത്. വൈജയന്തി വിചാരിക്കുന്നത് പോലെ അലീന അവിടെ നിന്ന് ഇറക്കിയിട്ട് ഒരു സമാധാനത്തോട് കൂടിയിട്ട് വൈജയും മക്കളും കൂടി അവിടെ സ്വസ്ഥമായിട്ട് ജീവിക്കണം. അതിൻ്റെ ഇടയിൽ അലീന വേണ്ട എന്നുള്ളൊരു തീരുമാനം എടുക്കുകയാണ്. അങ്ങനെ എല്ലാവരും കൂടിയിട്ട് ബാലേന്ദ്രൻ്റെ വീട്ടിലേക്ക് വരാനായിട്ട് തയ്യാറാവാണ്. അങ്ങനെ ശിവനും രാജീവനും പിന്നെ വൈജയന്തിയുടെ അമ്മാവന്മാരും കമല അങ്ങനെ കുറേ ആൾക്കാർ കൂടിയിട്ട് വരികയാണ് കേട്ടോ. അപ്പോൾ വൈജയന്തി ആണെങ്കിൽ വെല്ലുവിളിക്കുന്നത്, എനിക്ക് ഇഷ്ടം പോലെ ആൾക്കാരുണ്ടടി, അവരെല്ലാവരും ഇന്ന് ഇങ്ങോട്ട് വരും, നിന്നെ ഇവിടെ നിന്ന് അടിച്ചിറക്കും എന്നൊക്കെ പറയുകയാണ്. അങ്ങനെ ബാലേന്ദ്രനോട് വന്ന അലീന പറയുന്നുണ്ട് ഇങ്ങനെയൊക്കെ വൈജയന്തി പറഞ്ഞു എന്നുള്ളത്. എല്ലാവരും വരട്ടെ എന്ന് തന്നെ പറയാണ്. തോക്കെടുത്ത് കാത്തിരിക്കുകയാണ് ബാലേന്ദ്രൻ. അങ്ങനെ അവസാനം എല്ലാവരും കൂടെ വരികയാണ് കേട്ടോ ബാലേന്ദ്രനോട് ചോദിക്കാനായിട്ട്. ചോദിക്കാൻ വന്നവരൊക്കെ നാണം കെട്ട് തന്നെയാണ് തിരികെ പോകുന്നത്. എല്ലാവരും കൂടി നിങ്ങൾ എന്നെയാണ് വീട്ടിയാക്കിയെന്ന് പറയുമ്പോൾ രാജീവൻ ചോദിക്കുന്നുണ്ട്, ആര് വീട്ടിയാക്കിയെന്നാണ് പറയുന്നതെന്നൊക്കെ രാജീവൻ ചോദിക്കുന്നുണ്ട്. ഈ സംഭവങ്ങളെല്ലാം ഗംഗാധരൻ മേനോൻ അറിയാതെയാണ് കേട്ടോ നടക്കുന്നത്. ഗംഗാധരനോട് മാത്രം ആരും ഒന്നും പറഞ്ഞിട്ടില്ല. അങ്ങനെ ചോദ്യങ്ങളും ഉത്തരങ്ങളും ഒക്കെ അവിടെ അങ്ങനെ നടക്കുകയാണ്. എല്ലാവരും ഉണ്ട് അതായത് ബാലേന്ദ്രൻ്റെ വീട്ടിൽ വന്നിട്ട് ഓരോരുത്തരുടേതായ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ബാലേന്ദ്രൻ അവസാന വാക്കെന്ന് പറഞ്ഞ പോലെ പറയുകയാണ്, അലീനനെ ഞാൻ ദത്തെടുത്തു, അവളെൻ്റെ മകളാണ്. രോഹിത്തിനും ബബിതയ്ക്കും കൃഷ്ണമോൾക്കും ഉള്ള എല്ലാ അധികാരങ്ങളും ഈ വീട്ടിൽ അവൾക്ക് ഉണ്ടാവും. എൻ്റെ സ്വത്തിലും എൻ്റെ മക്കൾക്കുള്ള പോലെ അവകാശം അലീനയ്ക്ക് ഉണ്ടാവും എന്ന് പറഞ്ഞോട് കൂടിയിട്ട് എല്ലാവരും ആകെ ഞെട്ടിപ്പോവുകയാണ് കേട്ടോ. സ്വത്ത് വരെ അങ്ങനെ കൊടുക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിലെന്തെങ്കിലും ഒരു കള്ളത്തരം ഉണ്ടാവും എന്ന് എല്ലാവരും തന്നെ എല്ലാവർക്കും മനസ്സിലാവാണ്. അങ്ങനെ ആരും പിടിവിട്ട് കൊടുക്കാൻ സമ്മതിക്കുന്നില്ല. എന്തായാലും അലീനനെ പിടിച്ചിറക്കാതെ പറ്റൂല എന്ന് പറയുന്നുണ്ട്. രാജീവനായിട്ട് ഭയങ്കര വഴക്കാവുന്നു കേട്ടോ ബാലേന്ദ്രൻ. ലാസ്റ്റ് രാജീവൻ്റെ മുഖത്തടിച്ചിറക്കാണ് കേട്ടോ. രാജീവൻ്റെ മുഖത്തടിക്കുന്നുണ്ട് ബാലേന്ദ്രൻ. അങ്ങനെ എല്ലാവരെയും നാണം കെടുത്തിട്ട് ബാലേന്ദ്രൻ അവിടെ നിന്ന് പറഞ്ഞയക്കും. ഇനി കൊല്ലപ്പള്ളിയിൽ നിന്ന് അലീന ആരാണെന്നുള്ള ചോദ്യം ചോദിച്ച് ഒരാൾ പോലും ഈ വീടിൻ്റെ പടി കയറരുതെന്ന് പറഞ്ഞിട്ട് എല്ലാവരെയും നാണം കെടുത്തി പറഞ്ഞയക്കാണ് ബാലേന്ദ്രൻ ചെയ്യുന്നത്. അങ്ങനെ ഇതൊക്കെ മനു അറിയാണ് കേട്ടോ. അപ്പം മനുവിനാണെന്നുണ്ടെങ്കിലും ആകെപ്പാടെ ടെൻഷൻ ആവാണ്. മനു ഇങ്ങനെ ചോദിക്കുന്നുണ്ട് ബാലേന്ദ്രനോട്, എന്തുകൊണ്ടാണ് ഇത്രയ്ക്കും ആൾക്കാർ വന്ന് പറഞ്ഞിട്ടും അലീനനെ അവിടെ നിന്ന് ഇറക്കി വിടാത്തതും, അതുപോലെ അലീനനെ ഇങ്ങനെ പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനൊരു കാരണം ഉണ്ടാവും എനിക്കറിയാം, അതെന്താണെന്ന് അങ്കിൾ എന്നോട് പറയണമെന്ന് പറയുമ്പോൾ അവസാനം ബാലചന്ദ്രൻ തന്നെ അലീന ആരാണെന്നുള്ള സത്യം മനുവിനോട് വെളിപ്പെടുത്താണ് കേട്ടോ. അതായത് വൈജയന്തിയുടെ മകളാണ് അലീന എന്നുള്ളൊരു സത്യം മനുവിനോട് പറയണത് കേട്ട് മനു ആകെ ഞെട്ടിത്തരിക്കുകയാണ് കേട്ടോ. അതിനുശേഷം മനുവിനോട് പറയുന്നുണ്ട്, ഇനിയിപ്പോൾ നിനക്ക് അലീനനെ വേണമെങ്കിൽ കല്യാണം കഴിക്കാം, കാരണം നിന്റെ മുറപ്പെണ്ണാണല്ലോ അവള് എന്ന് പറയുമ്പോൾ മനുവിന് ഭയങ്കര സന്തോഷമാവാണ് കേട്ടോ. അലീനനോട് എന്തായാലും മനുവിനൊരു ഇഷ്ടമുണ്ട്. ഇനിയിപ്പോൾ അവകാശത്തോട് കൂടിയിട്ട് തന്നെ അലീനനെ സ്വന്തമാക്കാന്നുള്ളൊരു ചിന്തയും മനുവിൻ്റെ മുന്നിലേക്ക് വരികയാണ്. ഇതേ സമയം രേവതിക്കുട്ടിക്കാണെന്നുണ്ടെങ്കിൽ ന്യൂ അഡ്മിഷൻ കിട്ടി, കോളേജിൽ പോയി തുടങ്ങി, ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ രേവതിക്കുട്ടി. അപ്പോൾ നിങ്ങൾ രണ്ടുപേരെയും ഞാൻ എൻ്റെ അച്ഛ അമ്മ എന്ന് വിളിച്ചോട്ടെ എന്നിങ്ങനെ പറയാണ് കേട്ടോ. അത്രയാണ് ഈ പ്രമോയിൽ കാണിച്ചിട്ടുള്ളത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാതെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ.